SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ഐക്യ ആഹ്വാനത്തെ സ്വാഗതം ചെയ്ത് കത്തോലിക്ക ഇതര എപ്പിസ്കോപ്പൽ സഭകളുടെ പൊതുവേദി. ഓർത്തഡോക്സ് യാക്കോബായ, CSI മാർത്തോമ, ബിലീവേഴ്സ് ഈസ്റ്റേൺ സഭകളുടെ സംയുക്ത വേദിയാണ് KCC. നായർ മുതൽ നസ്രാണി വരെ എന്ന ആഹ്വാനത്തെ, നായാടി മുതൽ നസ്രാണി വരെ എന്ന ആഹ്വാനത്തെ ക്രിയാത്മകമായി നോക്കിക്കാണുന്നുവെന്ന് KCC പറഞ്ഞു. KCC ജനറൽ സെക്രട്ടറി ഡോക്ടർ പ്രകാശ് പി തോമസ് ആണ് പത്തനംതിട്ടയിൽ ഇക്കാര്യം പറഞ്ഞത്. ആദ്യം അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. നായാടി മുതൽ നസ്രാണി വരെ ഒന്നിക്കണം എന്നുള്ള ബഹുമാന്യനായ SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ പ്രസ്താവന വളരെ ക്രിയാത്മകമായ അർത്ഥത്തിൽ സ്വീകരിക്കുന്നതിനാണ് ആഗ്രഹിക്കുന്നത്. നായാടി നസ്രാണി എന്ന് പറയുന്നത് പ്രാസം ഒപ്പിച്ചുള്ള ഒരു പ്രയോഗമായിട്ടാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നിക്കണം. എല്ലാവരും എന്തിനാണ് ഒന്നിക്കുന്നത്? നന്മയ്ക്കായിട്ട് ഒന്നിക്കേണ്ടിയിരിക്കുന്നു. എല്ലാവരും ഒന്നിക്കുമ്പോൾ എതിർപക്ഷത്ത് ആരുമില്ല, എല്ലാവരെയും ചേർത്ത് നിർത്തുക. സകല മാനവനെയും ഒരുമിച്ച് ചേർത്ത് തിന്മയ്ക്കെതിരായി, തിന്മയുടെ ശക്തികൾക്കെതിരായ ഒരു പോരാട്ടമാക്കി ഇതിനെ മാറ്റേണ്ടിയിരിക്കുന്നു. വാർത്തയുടെ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ഗോകുൽ രമേശാണ് ചേരുന്നത്. ഗോകുൽ, കഴിഞ്ഞ ദിവസമാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തു നിന്നും വളരെ സുപ്രധാനമായ ഒരു പ്രഖ്യാപനം ഉണ്ടായത്. നായാടി മുതൽ നസ്രാണി വരെ ഒരുമിക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യത എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനെ ഇപ്പോൾ KCC സ്വാഗതം ചെയ്തിരിക്കുകയാണ്. വിവരങ്ങൾ. ഏറെ ചർച്ചയായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ഒരു സമയത്ത് തന്നെയാണ് ക്രൈസ്തവ സഭകളുടെ ഭാഗത്തു നിന്നും ആ പ്രസ്താവനയെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു നിലപാടിപ്പോൾ, പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രസക്തം. കാരണം വെള്ളാപ്പള്ളി ഏത് അർത്ഥതലത്തിലാണ് ആ പ്രയോഗം നടത്തിയിരുന്നത് എന്നുള്ള കാര്യം കേരളീയ സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നിലവിലത്തെ സഭകളോട് ചേർന്ന് നിന്നുകൊണ്ട് മറ്റ് സഭകളെ അല്ലെങ്കിൽ മറ്റ് സമുദായങ്ങളെ അവഗണിക്കുന്ന ഒരു നിലപാട് കർശനമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി പറഞ്ഞതനുസരിച്ച് ഈ വിഭാഗക്കാർക്ക്, സമുദായക്കാർക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ള കോളേജുകളുടെ കണക്കുകളും അതേസമയം തന്നെ SNDPക്ക് ലഭിച്ചിട്ടുള്ള തുച്ഛമായിട്ടുള്ള ആനുകൂല്യങ്ങളും ഒക്കെ നിരത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹം ഈ ഒരു പ്രതികരണം നടത്തിയിരുന്നത്. സ്വാഭാവികമായിട്ടും ആ ഒരു സമുദായത്തെ ചേർത്ത് പിടിക്കുന്ന ഭരണ വികാരങ്ങളും നിലപാടുകളും അതിനെ വിമർശിച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി അത്തരത്തിലൊരു പരാമർശം നടത്തിയിരുന്നത്. അതായത് നായാടി മുതൽ നസ്രാണി വരെയുള്ള ജനവിഭാഗം ഒന്നിച്ചു നിൽക്കണം, ഐക്യപ്പെടണം എന്നുള്ളൊരു പ്രസ്താവന. എന്തായാലും അതേ നിലപാട് തന്നെ ക്രൈസ്തവ സഭകൾക്കും കേരളത്തിലുണ്ട് എന്നുള്ളതാണ് നിലവിൽ ഈ KCCയുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. KCC എന്ന് പറയുന്നത് കത്തോലിക്ക സഭകളുടെ ഒരു കൂട്ടായ്മയാണ്, ആ സഭകളുടെ ഒരു പൊതുവേദിയാണ്. ആ KCCയുടെ ജനറൽ സെക്രട്ടറി ഡോക്ടർ പ്രകാശ് പി തോമസ് ആണ് ഈ രീതിയിലൊരു പരാമർശം നടത്തിയിരിക്കുന്നത്. അതായത് വെള്ളാപ്പള്ളിയുടെ ആ ഒരു ഐക്യ ആഹ്വാനത്തെ ക്രിയാത്മകമായി നോക്കിക്കാണുന്നു KCC എന്നുള്ളതാണ്. അതായത് ക്രൈസ്തവ സഭകൾ ആ ആഹ്വാനത്തെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണെങ്കിൽ എന്നുള്ള രീതിയിൽ തന്നെ അതിനെ വായിക്കേണ്ടതായിട്ടുണ്ട്. ഒപ്പം സമ്പൂർണ്ണ ഐക്യം ഉണ്ടാകണം, ആരെയും എതിർചേരിയിൽ നിർത്തരുത് എന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നു. ഒറ്റക്കെട്ടായി തിന്മയ്ക്കെതിരെ പോരാടണം എന്നുള്ളൊരു പരാമർശം കൂടി അതിലേറെ ശ്രദ്ധേയമായിട്ടുണ്ട്. എന്തായാലും തിന്മ നടക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ കാണാവുന്ന പല കാര്യങ്ങളും സമൂഹത്തിലുണ്ട് എന്നുള്ളത് കൂടി വായിക്കേണ്ടതുണ്ട്. അതിനെതിരായിട്ട് എല്ലാവരും ഒന്നിച്ച് പോരാടണം എന്നുള്ളൊരു ആഹ്വാനമാണ് KCCയുടെ നേതൃത്വം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ആ ഒരു വലിയ ഐക്യ സന്ദേശത്തെ കൃത്യമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ക്രൈസ്തവ സഭകളും അതിന് പിന്തുണ അർപ്പിച്ചിരിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശന്റെ ആ ഒരു ആഹ്വാനം ഇന്നത്തെ സമൂഹത്തിൽ, ഇന്നത്തെ സമകാലിക കാലഘട്ടത്തിൽ ഏറെ പ്രസക്തമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ക്രൈസ്തവ സഭകളുടെ ഭാഗത്തു നിന്നും ഈ രീതിയിൽ ഒരു അനുകൂല നിലപാട് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ തുടർ ചർച്ചകൾ വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് KCC ഇങ്ങനെ ഒരു നിലപാടെടുത്തത് കൃത്യമായിട്ടുള്ള സന്ദേശം ഇവിടെയുള്ള ഭരണകൂടത്തിനും അതോടൊപ്പം തന്നെ ചില സമുദായ സംഘടനകൾക്കും ഒക്കെ തന്നെ കൃത്യമായിട്ട് കൊള്ളുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഏറെ പ്രസക്തമായിട്ടുള്ള ചർച്ചാ വിഷയമായിട്ട് ഈ വിഷയം മാറുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കും.